ഇന്ന് രണ്ട് നേതാക്കൾ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ട് പോപ്പുമാരെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ചങ്ങനാശ്ശേരി പോപ്പും മറ്റേത് കണിച്ചുകുളങ്ങര പോപ്പും. കണിച്ചുകുളങ്ങര പോപ്പ് കഴിഞ്ഞ കുറേ നാളായിട്ട് വിവാദ തുമ്പത്തുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കച്ചകെട്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇടതുപക്ഷത്തെ തറ പറ്റിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി രംഗത്തുണ്ട്. സഹായിക്കാനാണെന്നാണ് ഭാവം, പക്ഷേ അത് സഹായിക്കാനല്ലെന്നും ഇടതുപക്ഷത്തെ തറ പറ്റിക്കാനാണെന്നും എല്ലാവർക്കും വ്യക്തമാണ്. ഇന്ന് ഒപ്പം ഒരു നേതാവ് കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായരാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ യോജിക്കാൻ കാരണം, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായർ ഇപ്പോൾ യോജിക്കാൻ കാരണം ഒരാളെ എതിർക്കുക എന്ന ലക്ഷ്യമാണ്. അത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. VD സതീശനെ എതിർക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ, VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. ഭരണത്തിൽ UDF വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ്. മത്സരമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കുപ്പായം തയ്ച്ചിരിക്കുന്നവർ ഡൽഹിയിൽ നിന്ന് വരെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ VD സതീശന് അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് അദ്ദേഹത്തിനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തെ എതിർക്കുക എന്നുള്ള ലക്ഷ്യം, അതിനുവേണ്ടി ഭരണത്തെ പിന്താങ്ങുന്നതായി ഭാവിച്ചുകൊണ്ട് ഇപ്പോൾ വന്നു കൂടിയിരിക്കുന്ന പിണറായി വിജയൻ്റെ കാറിൽ കയറുക മാത്രമല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തമാശയാണ്. വെള്ളാപ്പള്ളിയെ ഇടത്തെ ഇടുപ്പിലും സുകുമാരൻ നായരെ വലത്തെ ഇടുപ്പിലും വച്ചിട്ട് നടക്കുന്ന ഒരവസ്ഥ പിണറായിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു സ്ഥിതി.